ഹായ് ഹലോ. ഇന്ന് നമുക്ക് എക്കണോമിയിലെ ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കാം. അതായത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഇപ്പം എന്താണ് ട്രെൻഡ് എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പോകുന്നില്ല. നമുക്ക് എക്കണോമിക് സർവേ, ബഡ്ജറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെ വിശാലമായിട്ടുള്ള ഡേറ്റാസ് ഇതിനെക്കുറിച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു UPSC എക്സാമിനേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്രയും വിശദമായിട്ടുള്ള ഒരു എന്താ പറയുക ഡേറ്റാസോ മറ്റോ ഒന്നും ആവശ്യമില്ല. നമ്മൾ അറിയേണ്ടത് ട്രെൻഡ് എന്താണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ എക്കണോമി ഈസ് ഡ്രിവൻ ബൈ എക്സ്പോർട്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? യഥാർത്ഥത്തിൽ ഇന്ത്യൻ എക്കണോമി ഈസ് ഡ്രിവൻ ബൈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോടാ? ഒരിക്കലുമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള കൺട്രിയാണ്. ട്രേഡ് ഡെഫിസിറ്റ് മീൻസ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ മേജർ ട്രേഡ് പാർട്ട്നേഴ്സിൽ നിന്ന് കൂടുതൽ സാധനം, നമ്മൾ എത്രത്തോളമാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ, അല്ലെ? സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അതുപോലെ ഡ്യൂ ടു കോവിഡ് പാൻഡമിക് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇന്ത്യസ് GDP ഗ്രോത്ത് ഈസ് നോട്ട് ദാറ്റ് മച്ച് ബെറ്റർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയണം. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഡിസാസ്റ്ററുകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരുപാട് വാറുകൾ നടക്കുന്ന സമയമാണ്. മേ ബി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. ഡ്യൂ ടു ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ ഇന്ത്യസ് GDP ഗ്രോത്ത് ഈസ് അഫക്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ സം പെർസെൻറ്റേജ് എന്നോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയണം. സോ നമുക്കിവിടെ വ്യക്തമായ ഡേറ്റകളെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എന്തറിയണം? ഇന്ത്യയുടെ GDP കഴിഞ്ഞ വർഷത്തെക്കാൾ ഇപ്പോൾ കൂടിയോ കുറഞ്ഞു? GDPയുടെ ഏതൊക്കെ സെക്ടറിന് എന്തൊക്കെ സംഭവിച്ചു? നമ്മൾ കൺസ്യൂമർ ഡ്രിവൺ എക്കണോമിയാണോ? അല്ല നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഡ്രിവൺ എക്കണോമിയാണോ? നമ്മൾ എക്സ്പോർട്ടിൽ കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു രാജ്യമാണോ? അല്ല നമ്മൾ കൺസ്ട്രക്ഷനിൽ കൂടുതൽ ലാഭമുണ്ടാക്കുന്ന രാജ്യമാണോ? ഇനി അതൊന്നുമല്ല, നമ്മൾ സർവീസ് സെക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കോണമി ആണോ? ഇത്തരത്തിൽ ഈ ട്രെൻഡുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറുകൾ എങ്ങനെയാണ്? ഗവൺമെന്റ് ഹെൽത്ത് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയോ കുറച്ചോ? ഒരു സ്റ്റേറ്റ്മെന്റ് കാണുകയാണ്, ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് നമ്മൾ ഈ ട്രെൻഡ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡേറ്റാസ് എടുത്തിരിക്കുന്നത് നമ്മുടെ എക്കണോമിക് സർവേയിൽ നിന്നാണ്. നമ്മുടെ 2024 എക്കണോമിക് ഇയർ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർച്ചിലാണ്. നമുക്കറിയാം മാർച്ച് 31 ഈ എക്കണോമിക് ഇയർ അവസാനിക്കുകയാണ്. സോ അടുത്ത വർഷം, പുതിയ വർഷം, അതായത് ന്യൂ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഒരാഴ്ചക്കകത്തൊക്കെ സ്റ്റാർട്ടാകാൻ പോവുകയാണ്. അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ. സോ കഴിഞ്ഞു പോയ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചിട്ടുണ്ട്. സോ ആ ഫിനാൻഷ്യൽ ഇയറിൽ എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ എക്കണോമി വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ബഡ്ജറ്റിന് മുന്നോടിയായി ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഒരു കണക്കാണ്, ഒരു പഠനമാണ് ഈ പറയുന്ന എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. ഇത് പൊതുവെ ബഡ്ജറ്റിന് മുമ്പാണ് വരുന്നത്. സോ നമ്മുടെ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്, അല്ലേ? റീസെന്റ് ആണ് ബഡ്ജറ്റ് വന്നത്. ബഡ്ജറ്റിന് മുമ്പായിട്ട് വന്നതാണ് ഈ ഡേറ്റാസ്. സോ നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ UPSC പോയിന്റ് ഓഫ് വ്യൂവിലകത്ത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുക. നമുക്ക് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് GDP ഗ്രോത്തിന് എന്ത് സംഭവിച്ചു? കൂടിയോ കുറഞ്ഞോ? ഇൻഫ്ലേഷൻ ട്രെൻഡ് എങ്ങനെയാണ്? ഇൻഫ്ലേഷൻ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുകയാണോ? അല്ല ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ടോ?
പിന്നെ എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഡെഫിസിറ്റ് പോളിസി പിൻപറ്റുന്ന രാജ്യമാണ് അല്ലെ. ഡെഫിസിറ്റ് പോളിസി മീൻസ് നമ്മൾ ഓരോ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് നമ്മൾ വെക്കുന്ന ഒരു കൺട്രിയാണ്. ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് നമുക്ക് വരവ് അടുത്ത വർഷം പ്രതീക്ഷ ഉള്ളത് എങ്കിൽ നമ്മൾ ചിലവ് 120 രൂപ വെക്കും. 20 റുപ്പീസ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് മണ്ടത്തരമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് മണ്ടത്തരമല്ല. കാരണം ഈ എക്സ്ട്രാ വരുന്ന 20 റുപ്പീസ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് ക്യാപിറ്റൽ വികസിപ്പിക്കുന്നതിനായി. അതായത് കടം വാങ്ങി ആയാലും ഈ ക്യാഷ് കൊണ്ട് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ നിർമ്മിക്കുന്നത് കൊണ്ട് ആ ക്യാപിറ്റൽ ഭാവിയിൽ നമുക്ക് ഇൻകം തരും. എന്തുപോലെ നമ്മൾ കടം വാങ്ങി ലെറ്റ്സ് സേ എനിക്ക് മാസം എന്താ പറയാ മാസം ഒരു 5000 രൂപ പലിശ വരുന്ന രീതിയിൽ ഞാനൊരു ലോൺ എടുത്തിട്ട് ലോണിന്റെ ക്യാഷ് കൊണ്ട് ഞാനൊരു ബിൽഡിംഗ് പണിതു. ആ ബിൽഡിംഗ് ഞാൻ വാടകയ്ക്ക് കൊടുത്തു. വാടക മാസം 8000 രൂപ 8000 റുപ്പീസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ചെയ്ത പ്രോസസ്സ് എനിക്ക് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. കാരണം എനിക്ക് മന്ത്ലി 8000 റുപ്പീസ് റെന്റ് കിട്ടുന്നുണ്ട്. ഈ 8000 റുപ്പീസിൽ 5000 റുപ്പീസ് ഞാൻ എന്ത് ചെയ്താൽ മതി, ബാങ്കിൽ ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. 3000 റുപ്പീസ് എൻ്റെ കയ്യിലിരിക്കും. ഞാൻ കടം വാങ്ങില്ല, ഞാൻ ലോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കിട്ടിയ 3000 റുപ്പീസ് എനിക്ക് കിട്ടത്തില്ല. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം നേടിത്തരാൻ കഴിവുള്ള സാധനങ്ങളാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി പൈസ കടമെടുക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്ന് ഡെഫിസിറ്റ് ബഡ്ജറ്റ് പിന്തുടരുന്നത്, അഥവാ ഡെഫിസിറ്റ് പോളിസി പിന്തുടരുന്നത്. നമ്മൾ വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കും. പക്ഷെ ആ കൂടുതൽ ചിലവഴിക്കുന്ന മണി എവിടെ ആയിരിക്കണം ചിലവഴിക്കേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ആയിരിക്കണം. ഇതൊരിക്കലും റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ആകരുത്. എന്താ മക്കളെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ 20 രൂപ കടം വാങ്ങിയിട്ട് ആ 20 രൂപ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു, അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസ് നടത്തുന്നു, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുക? ഈ പെൻഷൻ കൊടുത്ത ക്യാഷിൽ നിന്നോ സാലറി കൊടുത്ത ക്യാഷിൽ നിന്നോ എനിക്ക് പുതുതായി ഇൻകം ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ കടം വാങ്ങിയ പൈസ ഞാൻ വേറെ എവിടെന്നെങ്കിലും കണ്ടെത്തി അടക്കേണ്ടി വരും. മറ്റേത് ഞാൻ ഈ 20 രൂപ കടം വാങ്ങിയിട്ട് ഒരു ബിൽഡിംഗ് ആണ് പണിയുന്നത് എങ്കിൽ ബിൽഡിംഗ് റെന്റിന് കൊടുത്ത് കിട്ടുന്ന ക്യാഷിന്റെ ഒരു ഭാഗം കൊണ്ട് കടവും അടയ്ക്കാം, മറ്റു ഭാഗം എനിക്ക് പോക്കറ്റിലും വെക്കാം. അല്ലേ മക്കളെ? ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം. സോ ഇന്ത്യ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് പിൻപറ്റുന്ന രാജ്യമാണ്. പൊതുവെ ഇങ്ങനെ ഉണ്ടാകുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റിലൂടെ ഉണ്ടാകുന്ന ആ എക്സ്ട്രാ മണി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്കാണ്. സോ അതിനെന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് GDP കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വരവ്, നമ്മുടെ വരുമാനം, നമുക്ക് എന്ത് വേണോ പറയാം, വാർഷിക വരുമാനം അല്ലെങ്കിൽ വാർഷിക ഉൽപാദനം, ഇതൊക്കെ ഒന്നാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നാഷണൽ ഇൻകത്തിന്റെ ഒക്കെ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് ഈ നമ്മുടെ വരുമാനം കണക്കാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമായി ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും മികച്ച മാർഗമല്ല, പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായ ഒരു മാർഗമായി കാണുന്നത് GDP ആണ്. സോ GDP നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിലേക്ക് വളർന്നിരിക്കുകയാണ്. GDP grew at 7.6%. 7.8% GDP ഗ്രോത്ത് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. GDP grew at 7.6%. ഇനി ഇതിൽ എന്താ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യം? We were expecting a growth of 7.2%. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 7.2% ഗ്രോത്ത് ആണ്. 7.2% ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആ എക്സ്പെക്ട് ചെയ്തിരുന്ന സ്ഥാനത്താണ് നമുക്കിപ്പോ 7.6% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പ്രതീക്ഷയെക്കാളും താഴെയാണ് റിയാലിറ്റി വരാറ്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷയ്ക്കും മേലെ പോയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ്. വൺ ഓഫ് ദ എന്നല്ല, ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി ഇൻ ദ വേൾഡ്. നിങ്ങൾ ലോകത്തെ മേജർ എക്കണോമികളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഗ്രോത്ത് റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, നമ്മുടെ ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം ഗ്രോത്ത് റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. സോ GDPയുടെ കാര്യത്തിൽ ഇന്ത്യ ഈസ് ഡൂയിങ് വെരി 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 വെൽ. So if you are getting a question after pandemic, India's GDP is continuously decreasing for the past few years എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കിക്കോളാം മക്കളെ, അത് തെറ്റാണ്. പകരം ഇന്ത്യയുടെ GDP ഉയർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇൻ അബ്സല്യൂട്ട് ടൈം ഇറ്റ് ഈസ് ഇൻക്രീസിങ്. പെർസെൻറ്റേജിൽ പറയുമ്പോൾ ഇൻ പെർസെൻറ്റേജ് ടൈംസ് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലത്തേക്ക് നമ്മുടെ GDP ഉയർന്നു വരികയുമില്ല, താഴ്ന്നു പോവുകയുമില്ല. പെർസെൻറ്റേജിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ വർഷം 10% ഗ്രോത്ത് ഉണ്ട്, അടുത്ത വർഷം ഇതിനേക്കാൾ 10% പിന്നെയും ഗ്രോത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ ടോട്ടൽ ഗ്രോത്ത് 20%. അങ്ങനെയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും 100% ഗ്രോത്തിലേക്ക് എത്തി. ഈ വർഷം ഉള്ളതിന്റെ ഇരട്ടി വളർച്ചയിലേക്ക് എത്തും അല്ലേ? സോ പെർസെൻറ്റേജ് ടൈംസിൽ ഗ്രോത്ത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആകത്തില്ല. ബട്ട് അബ്സല്യൂട്ട് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ GDP ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിവേ ലാസ്റ്റ് ഇയറിനേക്കാളും ഈ വർഷം അബ്സല്യൂട്ട് ടൈമിലും പെർസെൻറ്റേജ് ടൈമിലും നമ്മുടെ GDP ഉയർന്നിരിക്കുകയാണ്. സോ അതാണ് GDP ഗ്രോത്തിന്റെ ട്രെൻഡ്. 2, ഇൻഫ്ലേഷൻ ട്രെൻഡ്. മക്കളെ, എന്താണ് ഇൻഫ്ലേഷന്റെ ട്രെൻഡ്? നമുക്കറിയാം, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് കൺട്രിക്ക്, പ്രധാനമായിട്ടും ഇന്ത്യയെ പോലെയുള്ള എക്കണോമിക്കലി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന, ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ. നമ്മൾ സ്ലോ ഇൻഫ്ലേഷൻ എന്താണ്, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്താണ്, ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഇൻഫ്ലേഷന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ സാധാരണഗതിയിൽ ഒരു ഇൻഫ്ലേഷൻ എപ്പോഴും രാജ്യങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്. ഭയങ്കര പ്രശ്നകരമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ അല്ല, കുഴപ്പമില്ലാത്തൊരു ഇൻഫ്ലേഷൻ നമുക്കുണ്ട്. CPI ആൻഡ് WPI saw moderate increase due to the rise in fuel price. അതായത് CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇൻഫ്ലേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കൺസ്യൂമർ. WPI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അതായത് ഇൻഫ്ലേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഹോൾസെയിൽ ഡീലേഴ്സ്. രണ്ട് സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് ചെറിയ വിലക്കയറ്റം കാണുന്നുണ്ട്. അതിന്റെ പ്രധാന റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഫ്യൂവൽ, ഇന്ധനത്തിന്റെ വിലക്കയറ്റമാണ്. ഇന്ധനത്തിന് വിലക്കയറ്റം ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം വിദേശത്ത് ഇപ്പോൾ നമ്മൾ റഷ്യ യുക്രൈൻ വാർ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ യുദ്ധം കാരണം ഫ്യൂവലിന്റെയും ഗോൾഡിന്റെയും ഒക്കെ പ്രൈസ് ഇങ്ങനെ വർദ്ധിക്കുകയാണ് അല്ലേ? ദെൻ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കറിയാം, ആ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ മിഡിൽ ഈസ്റ്റ് നമ്മുടെ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന റഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വാറോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ റിസോഴ്സുകൾ തടസ്സപ്പെടും, റിസോഴ്സുകൾ ഡിസ്ട്രക്ട് ചെയ്യപ്പെടും. വെൻ റിസോഴ്സ് ആർ ഗെറ്റിംഗ് ഡിസ്ട്രോയിഡ്, അവിടെ എന്തുണ്ടാകും? സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകും. ദാറ്റ് സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ വിൽ അഫക്റ്റ് അവർ ഇന്ത്യൻ എക്കണോമി ഓൾസോ. കാര്യം നമ്മൾ സ്വന്തമായി എണ്ണ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വളരെ കുറഞ്ഞ അളവിലാണ്. നമ്മുടെ കൂടുതൽ യൂസിനുമുള്ള എണ്ണ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ സെനാരിയോസ് നമ്മളെയും അഫക്റ്റ് ചെയ്യും. സോ അതിനാൽ ഇന്ത്യയിലും ഇൻഫ്ലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. പിന്നെ എവിടാ? ഫിസിക്കൽ ഡെഫിസിറ്റ് സ്റ്റിൽ നമ്മൾ ഡെഫിസിറ്റിൽ തന്നെയാണുള്ളത്, ബട്ട് വിത്തിൻ ലിമിറ്റ്. നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ലിമിറ്റ് വിട്ട് പോയിട്ടില്ല, അമിതമായി കടമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. GDP ഗ്രോത്ത് ആണ്, ഇൻഫ്ലേഷൻ മോഡറേറ്റ് ആണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് വിത്തിൻ കൺട്രോൾ ആണ്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ്, ഫിസിക്കൽ പോളിസി ആൻഡ് പബ്ലിക് ഫിനാൻസ്. എന്താ മക്കളെ ഫിസിക്കൽ പോളിസി? രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഫിസിക്കൽ പോളിസി അല്ലെ? പ്രധാനമായിട്ടും അതാണ് ലക്ഷ്യം. എന്നാൽ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ അത് കുറയ്ക്കാനും ഫിസിക്കൽ പോളിസി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പൊതുവെ ഗ്രോത്തിനാണ് ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുക. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മൊണറ്ററി പോളിസിയാണ് പൊതുവെ. പക്ഷെ ഇത് ഇന്റർചേഞ്ചബിളിയും യൂസ് ചെയ്യാറുണ്ട്. എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി നടത്തി കഴിഞ്ഞാൽ
ആൾക്കാരുടെ കയ്യിലേക്ക് ഒത്തിരി ക്യാഷ് വരും. സോ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലേഷൻ. അങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോൺട്രാക്ഷണറി മൊണറ്ററി പോളിസി സ്വീകരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി സ്വീകരിക്കും. സർക്കാർ ചിലവ് കുറയ്ക്കും. അപ്പോൾ വീണ്ടും ഇൻഫ്ലേഷൻ കൺട്രോളിനകത്താം. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ നമ്മുടെ ഫിസ്ക്കൽ പോളിസി കോൺട്രാക്ഷണറി ആയി, മൊണറ്ററി പോളിസി കോൺട്രാക്ഷണറി ആയി. ആ സമയത്ത് ഗ്രോത്തിന്റെ റേറ്റ് കുറഞ്ഞു. ഗ്രോത്ത് റേറ്റ് കുറയുന്ന സമയത്ത് ബാങ്കുകൾ എന്ത് ചെയ്യും? എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി കൊണ്ടുവരും. ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാവും. സർക്കാർ എന്ത് ചെയ്യും? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി കൊണ്ടുവരും. അങ്ങനെയും ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. സോ ഇതൊരു സൈക്കിളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിവേ, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഈ ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യാൻ അത് സഹായിക്കും. എങ്കിലും പൊതുവേ നമ്മൾ പറയുമ്പോൾ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്പുകളാണ് ഫിസ്ക്കൽ പോളിസി. പിന്നെ എന്താണ്? പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആകട്ടെ, പബ്ലിക് റവന്യൂ ആകട്ടെ. പബ്ലിക്കിൽ നിന്ന് എങ്ങനെ റവന്യൂ നേടാം? പ്രധാനമായിട്ടും ടാക്സേഷൻ ആണ്, അല്ലേ? ടാക്സേഷനിലൂടെയാണ് പ്രധാനമായിട്ടും പബ്ലിക്കിൽ നിന്ന് സർക്കാരിന് വരുമാനം കിട്ടുക. അതുപോലെ തന്നെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് സെക്ടറൽ കമ്പനികളിലേക്കും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കും ഒക്കെ സർക്കാർ നടത്തുന്ന എക്സ്പെൻഡിച്ചറാണ് ഈ പറയുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ. സോ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഇതിനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുക. ഇതിന്റെ ട്രെൻഡ് എന്താണ്? ഗവൺമെന്റ് റവന്യൂ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10% ഫ്രം ടാക്സ്. ടാക്സിൽ നിന്നുള്ള വരുമാനം സർക്കാരിന് 10% കൂടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് കൂട്ടി എന്നതിനൊരു അർത്ഥമുണ്ട്. പക്ഷെ അധികം അങ്ങനെ ടാക്സ് ഇൻക്രിമെന്റ് ഒന്നും അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിന് മറ്റൊരു തലം കൂടെ ഉള്ളത്, ആൾക്കാർ കൂടുതലായി ബിസിനസ്സുകൾ ആരംഭിച്ചു. ആൾക്കാർ കൂടുതലായി ലക്ഷറി ഗുഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. കൂടുതലായി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കാൻ തുടങ്ങി. സോ രാജ്യം കൂടുതലായി ഡെവലപ്പായി വന്നപ്പോൾ കൂടുതൽ ആൾക്കാര് ഇൻകം ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ മറ്റ് ടാക്സുകൾ അടയ്ക്കാൻ പ്രാപ്തരായി മാറി. അത് കാരണം സർക്കാരിന് എന്ത് ചെയ്തു, അല്ലെങ്കിൽ രാജ്യത്തിന് എന്ത് ചെയ്തു? നല്ല രീതിയിലുള്ള ടാക്സ് വരുമാനം ഉണ്ടായി, അല്ലേ? പോസിറ്റീവ്ലി ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ പറയാം, അല്ലേ? സോ രണ്ടും ഉണ്ട്, ടാക്സ് ഇൻക്രിമെന്റും ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ എന്താ പറയാ, നമുക്ക് മറച്ചു വെക്കാൻ കഴിയാത്തൊരു സത്യം തന്നെയാണ്, രാജ്യം ഒരുപാട് പുരോഗമിച്ചിട്ടുമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ബിസിനസ്സുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ടാക്സ് അടയ്ക്കാൻ യോഗ്യരായി മാറിയിട്ടുണ്ട്. സോ ടാക്സ് മൂലമുള്ള രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെയോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. നോക്കിയേ മക്കളെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ പബ്ലിക്കിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി, മറ്റ് വെൽഫെയർ സ്കീമുകൾക്കൊക്കെ വേണ്ടിയിട്ട് സർക്കാർ നല്ല രീതിയിൽ ക്യാഷ് ചിലവാക്കുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഹെൽത്ത് കെയർ സ്പെൻഡിങ് റോസ് ബൈ 15%. ഹെൽത്ത് കെയർ കൂടുതലായി ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നു. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ്. നിങ്ങൾ ഈ പറയുന്ന ഹെൽത്ത് ടൂറിസത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഹെൽത്ത് ടൂറിസം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ കൺട്രികളിൽ നിന്ന്, വളരെ വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രികളിൽ നിന്ന്, വളരെ നമ്മൾ അഡ്വാൻസ്ഡ് മെഡിക്കൽ സിസ്റ്റം ഉണ്ട് എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ പ്രധാനമായും കേരളത്തിലേക്കും വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ പറയുന്ന ഹെൽത്ത് ടൂറിസം. എന്തുകൊണ്ട് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഇവർ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡ് ക്ലാസ്സിലുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് ഇവിടെ ലഭിക്കുകയും ചെയ്യും. അതേസമയം അതിനാകുന്ന ചിലവ് വളരെ 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 തുച്ഛമാണ്. അവരുടെ രാജ്യത്തെ ചിലവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ തുച്ഛമായ തുകയ്ക്ക് അവർക്ക് ഈ ചികിത്സ ലഭിക്കുകയും ചെയ്യും. സോ ഈ ഹെൽത്ത് ടൂറിസത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം, അല്ലെ? മറ്റ് പല ഇന്ത്യൻ സ്റ്റേറ്റുകളും ഹെൽത്തിൽ പിന്നോക്കമാണ്. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് 15% കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന ഹെൽത്ത് കെയറിലേക്ക് ചെയ്തിരിക്കുക. സോ തീർച്ചയായും ഇറ്റ് വിൽ ഹെൽപ്പ് ടു അപ്ലിഫ്റ്റ് അവർ ഹെൽത്ത് സെക്ടർ. നമ്മളെ ഹെൽത്ത് സെക്ടർ ഇനിയും മുകളിലേക്ക് വരാൻ ഇത് സഹായകമാകും. പിന്നെ എന്താണ്? ഫിസ്ക്കൽ കൺസോളിഡേഷൻ. അതായത് നമ്മുടെ ഫിസ്ക്കൽ കൺസോളിഡേഷൻ അതെന്താണ്? മീഡിയം ടേം ടാർഗറ്റ് ഓൺ ട്രാക്ക്. നമ്മൾ ടാർഗറ്റ്
ടാർഗറ്റിനകത്താണ്, ടാർഗറ്റ് വിട്ട് നമ്മൾ ട്രാക്ക് വിട്ട് വെളിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെന്താണ്, റൂറൽ എക്കണോമിയിലേക്ക് വരാം. റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ എക്കണോമി എന്ത് സംഭവിച്ചു? കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കൃഷി വിട്ടുപോയോ, അല്ലെങ്കിൽ കൃഷിയിൽ ഇപ്പം നമുക്ക് നഷ്ടമാണോ, എന്താണ് അവസ്ഥ? കൃഷിയിൽ പേഴ്സണലി കർഷകർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നമുക്കിവിടെ പറയാൻ കഴിയില്ല. കാര്യം നമ്മളിതൊക്കെ GDP-യുടെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് മറ്റൊന്നും അല്ല പറയുന്നത്. എന്നാലും അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നത്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 5%. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു മക്കളെ? 5% കൂടി. ഇതിന് പ്രധാനമായ റീസൺ ആയിട്ട് പറയുന്നത് ഫേവറബിൾ മൺസൂൺ ആണ്. ഫേവറബിൾ മൺസൂൺ. മൺസൂണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. മൺസൂൺ ആണ് ഇന്ത്യയിലെ കാലാവസ്ഥയെ ഏറ്റവും പ്രധാനമായി നിയന്ത്രിക്കുന്നത്, അല്ലെ? നമ്മുടെ മസ്കറൈൻ ഐലൻഡിൽ നിന്ന് തിബറ്റിലേക്ക് വീശുന്ന കാറ്റ്, അത് നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിലൂടെയും അതുപോലെ തന്നെ മേലേക്ക് എത്തിയിട്ട് നമ്മുടെ ഖാരോ ഖാസി ജയന്തിയിലൂടെയും മറ്റ് പർവ്വത നിരകളിലൂടെയും ഒക്കെ ഇങ്ങനെ ചേർന്ന് വീശി ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷനിലൂടെ ഇന്ത്യയിലുടനീളം മഴ തരുന്ന ഒരു പ്രോസസ്സാണ് മൺസൂൺ. നിങ്ങൾ മൺസൂണിനെ കുറിച്ച് വിശദമായിട്ട് ജിയോഗ്രഫിയിൽ പഠിക്കും. മൺസൂൺ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ പ്രളയം സംഭവിക്കും. മൺസൂൺ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് കൃഷിനാശം സംഭവിക്കും. മൺസൂൺ കൃത്യമായുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ അനുകൂലമായിരിക്കും. കാരണം വർഷങ്ങളായി ഈ മൺസൂണിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃഷി രീതികൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പിന്തുടരുന്നുണ്ട്. എനിവേ ഇപ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ മൺസൂൺ ആയിരുന്നു, ഗുഡ് മൺസൂൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ 5% വർദ്ധിച്ചിട്ടുണ്ട്. സോ അവർ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം ദ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിനേക്കാൾ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ദെൻ റൂറൽ എംപ്ലോയ്മെന്റ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ മറ്റുമൊക്കെ തൊഴിലിന് എന്ത് സംഭവിച്ചടാ? തീർച്ചയായിട്ടും അതും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? മഹാത്മാഗാന്ധി മൻരേഗ അല്ലേ, മഹാത്മാഗാന്ധി നാഷണൽ മറ്റേ തൊഴിലുറപ്പ്, നമ്മളെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അല്ലേ, തൊഴിലുറപ്പ്. നമ്മൾ മൻരേഗ എന്ന് പറയും. ഈ മൻരേഗയിലൂടെ അഥവാ നമ്മുടെ തൊഴിലുറപ്പിലൂടെ ഒരുപാട് റൂറൽ പീപ്പിളിന് ജോലി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വീട്ടമ്മമാർക്ക് വരുമാനമാകുന്നുണ്ട്. ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് അത്യാവശ്യം കിട്ടിക്കഴിയുമ്പോൾ അവർ ഈ ക്യാഷുമായി മാർക്കറ്റിലേക്ക് പോയി കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. കൂടുതൽ സാധനങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടുത്തെ ലോക്കൽ കടകളിലും മറ്റുമൊക്കെയുള്ള കച്ചവടം കൂടും. ഇങ്ങനെ കച്ചവടം കൂടുന്നതനുസരിച്ച് ഇവർ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസറോട് ആവശ്യപ്പെടും. സോ പ്രൊഡക്ഷൻ കൂടും. എനിവേ ഈ വളരെ ഗ്രൗണ്ട് ലെവലിലുള്ള മൻരേഗ പോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് അത് എക്കണോമിയെ തന്നെ മൊത്തത്തിൽ നല്ല രീതിയിൽ പോസിറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എനിവേ മൻരേഗ പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ റൂറൽ എംപ്ലോയ്മെന്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ടൂറിസം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടടാ. അതായത് പ്രസാദ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. പ്രസാദ് സ്കീം ടൂറിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസാദ് സ്കീം ടൂറിസത്തിന്. പിന്നെയോ സ്വദേശി ദർശൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. സ്വദേശി ദർശൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാര് പുറത്തൊന്നും പോയി സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ വന്നാൽ ഇവിടെയുള്ള പല റൂറൽ ഏരിയകളും ഭയങ്കര മനോഹരം. റൂറൽ ഏരിയ മാത്രമല്ല, എന്നാൽ ഇവിടെ റൂറൽ ഏരിയകളും ഉണ്ട്. ഇതൊക്കെ മനോഹരമാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്കീമാണ് സ്വദേശി സ്കീം. അതുപോലെ തന്നെ എന്താണ്, അതായത് നമ്മുടെ ലോക്കൽ ടൂറിസത്തെ മെച്ചപ്പെടുത്താനുള്ള സ്കീമാണ് സ്വദേശി ദർശൻ പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെയോ ഇതൊക്കെയാണ് എങ്കിലും കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല കേട്ടോ. ഫാം ഡിസ്ട്രസ് ഈസ് സ്റ്റിൽ ദെയർ. ചലഞ്ചസ് റിമൈനിങ് ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആവശ്യത്തിന് താങ്ങുവില കിട്ടാത്തത്, ഇടനിലക്കാരുടെ ചൂഷണം, അതുപോലെ തന്നെ എന്താണ് കർഷകർ കടം വാങ്ങി ക്യാഷ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത് മുതലായി നിങ്ങൾക്ക് പറയാവുന്ന ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദേ ഇംപ്രൂവ്ഡ്, നേരത്തേതിനേക്കാളും ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളും. സോ ഇതാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എക്കണോമിയെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാലോ
തീർച്ചയായിട്ടും നമുക്ക് പറയാം നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോത്ത് ആണ്. ഇൻഡസ്ട്രി ഗ്രൂ ബൈ 8%, അല്ലെ? ചില്ലറയൊന്നും അല്ല, 8% ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യക്ക്. പിന്നെയോ ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകിച്ച് പറയണോടാ. നിങ്ങൾ വെറുതെ വീട്ടിന് പുറത്തിറങ്ങി നിങ്ങളുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയടാ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അടുത്തൊരു പ്രദേശത്തേക്ക് ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിന് ഇരുവശവും നോക്കിയടാ. വളരെ 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 എന്താ പറയാ, വേഗത്തിലും ചടുലവുമായുള്ള വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേടാ? പോകുന്ന സ്ഥലത്തൊക്കെ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് കാണുന്നില്ലേടാ? റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, റോഡ് റീകൺസ്ട്രക്ഷനും റോഡ് വീതി കൂട്ടലും പാലം പണിയിലും ഓവർ ബ്രിഡ്ജ് പണിയിലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഇവിടെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കില്ലേടാ മക്കളെ? ഇതെല്ലാം എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. സോ തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിൽ സർക്കാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ റോഡ് ആൻഡ് റെയിൽവേ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിനടുത്തേക്കുള്ള റെയിൽവേ ഒക്കെ ഇരട്ടിപ്പിക്കുന്നുണ്ടോടാ? എൻ്റെ വീട്ടിനടുത്തുള്ള ഈ റെയിൽവേ പാളം, റെയിൽവേ ട്രാക്ക് ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ റോഡ് എപ്പോഴും റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ട്. എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ പോകാനായാലും പുറത്തുനിന്ന് വീട്ടിലേക്ക് വരാനായാലും കുറേ സമയം റെയിൽവേ ക്രോസിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ ഉടനെ തന്നെ അവിടെ ഓവർ ബ്രിഡ്ജും വരുന്നുണ്ട്. പാലം ഇരട്ടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓവർ ബ്രിഡ്ജാണ്. സോ റെയിൽവേ റോഡുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള എക്സ്പാൻഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് എന്താണടാ? ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മുടെ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് FDIയുടെ ഫുൾ ഫോം. FDI അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ നേട്ടം? അല്ല, അത് എന്ത് കാണിക്കുന്നു? അത് നേട്ടമേ ഉള്ളൂ. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി വളരും, അത് നമുക്കറിയാം. ഓക്കെ, ഇതിന് പുറമെ എന്താ ഇതുകൊണ്ടുള്ള നേട്ടം? അല്ലെങ്കിൽ ഇറ്റ് ഷോസ് വാട്ട്? ഇറ്റ് ഷോസ് പീപ്പിൾസ് കോൺഫിഡൻസ് വിത്ത് ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ അവർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ കൂടുതലായിട്ട് ഇന്ത്യൻ എക്കണോമിയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നത് ഒന്ന് ബിസിനസ്സുകളിലേക്കായിരിക്കാം. ഇവിടെയുള്ള ഏതെങ്കിലും ബിസിനസ്സുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ബിക്കോസ് ഈ ബിസിനസ് വരും കാലഘട്ടങ്ങളിൽ ഭയങ്കരമായി ഗ്രോ ചെയ്യാൻ പോവുകയാണ് എന്നും ഇത് ഗ്രോ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഇവർക്കും അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബോണ്ടുകളിൽ ഇല്ലേ, മസാല ബോണ്ടുകളിലായാലും മറ്റ് ബോണ്ടുകളിലായാലും ഒക്കെ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈൽഡിനേക്കാൾ വളരെ കൂടുതലാണ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ചെയ്യുമ്പോൾ. അതും ആ ഡെവലപ്പിംഗ് കൺട്രി വേൾഡിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആണെങ്കിലോ തീർച്ചയായിട്ടും വളരെ വലിയ ഈൽഡ് കിട്ടും. അപ്പം നമുക്കുള്ളത് പോലെയുള്ള ഇൻഫ്ലേഷൻ റേറ്റും ഇൻക്രിമെന്റും മറ്റും ഒന്നും പല ഡെവലപ്ഡ് കൺട്രിയിൽ ഉണ്ടാവില്ല. കാര്യം ദേ ആർ ഓൾറെഡി ഡെവലപ്ഡ്. അതുകൊണ്ട് തന്നെ ഈ ഡെവലപ്മെന്റ് കാരണമുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഫ്ലേഷനും മറ്റുമൊക്കെ അവിടെ വളരെ 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 കുറവാണ്. അവിടെ മറ്റു പല കാരണങ്ങൾ കൊണ്ടുമായിരിക്കും ഇൻഫ്ലേഷൻ ഉണ്ടാവുക. ഉണ്ടായാൽ തന്നെ അവരതിന് ഉടനെ തന്നെ ടാക്കിൾ ചെയ്യും. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ ഇവിടെ സ്വാഭാവികമായി ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ പല ബോണ്ടുകളുടെയും ഈൽഡും മറ്റുമൊക്കെ എന്താണ്? കൂടും, അല്ലെ? ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത്, ഇൻഫ്ലേഷനെ പേടിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കയ്യിൽ ക്യാഷ് വെക്കാതെ ക്യാഷ് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ടൊക്കെ ഉണ്ട്. നമ്മളൊരു ഉടനെ തന്നെ ഒരു ഇൻഫ്ലേഷൻ അതായത് ഗവൺമെന്റ് എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി നടത്തുന്നു എന്ന് കൃത്യമായി മനസ്സിലാകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഗവൺമെന്റും ബാങ്കുകൾ എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി നടത്തുന്നു, ഗവൺമെന്റ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി നടത്തുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, പൊതുവെ എക്കണോമിക്കലി കുറച്ച് നോളജുള്ള ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ടൊക്കെ വാങ്ങി വെച്ചേക്കും. കാര്യം ഇവർക്കറിയാം എന്തായാലും ഉടനെ തന്നെ വളരെ വലിയ ഇൻഫ്ലേഷൻ വരാൻ പോവുകയാണ്. എല്ലാവരുടെ കയ്യിലും ക്യാഷായി, എല്ലാവർക്കും ജോലിയായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ഇൻഫ്ലേഷൻ ഉയരും, അല്ലേ? നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സോ ആ ഇൻഫ്ലേഷൻ ഉയരുന്ന സമയത്ത് എത്രത്തോളമാണോ ഇൻഫ്ലേഷൻ ഉയരുന്നത് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോണ്ടിന്റെ ഈൽഡ് കൂടും. അതാണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട്, അല്ലേ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഈ രാജ്യത്തിന് വളർച്ചയുണ്ടാകുമ്പോഴാണ് അവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്.
സോ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ എക്കണോമിയിലുള്ള കോൺഫിഡൻസ് വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾ, അവിടുത്തെ വ്യക്തികൾ അല്ലെ, വളരെ വിശദമായി ഈ ലോക രാജ്യങ്ങളുടെ എക്കണോമിയെ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ 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 വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ അവരെല്ലാ കാര്യവും പഠിച്ച് അത്രയും ഉറപ്പ് വരുത്തി ശരിയാണ് ഇന്ത്യൻ എക്കണോമി വളരും എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അവരവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുകയുള്ളൂ. സോ നിലവിൽ എന്താണ്, ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റ്മെന്റ്, എന്തായാലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിൽ കൂടുകയാണ്. ഇറ്റ് ഷോസ് ദ അതർ പീപ്പിൾസ് കോൺഫിഡൻസ് വിത്ത് ഇന്ത്യൻ എക്കണോമി. ഓക്കെ, FDI കൂടുന്നോ കുറയുന്നോ എന്നൊക്കെ ഉള്ളതൊക്കെ UPSCക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഒരു ട്രെൻഡ് അറിഞ്ഞിരിക്കുക, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സർവീസ് സെക്ടർ ആൻഡ് ഡിജിറ്റൽ എക്കണോമിയിലേക്ക് വരാടാ. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇന്ത്യൻ GDPയുടെ വളർച്ചയ്ക്ക് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സർവീസ് സെക്ടർ എക്കണോമി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സർവീസ് സെക്ടർ ഡ്രിവൺ എക്കണോമിയാണ് അല്ലെ. ഇന്ത്യ സർവീസ് സെക്ടർ ഡ്രിവൺ എക്കണോമിയാണ്. നമ്മുടെ സർവീസ് സെക്ടർ ആണ് നമ്മളെ പ്രധാനമായിട്ടും ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ. മറ്റൊന്ന് എന്താണ്, നമ്മുടെ കൺസംഷൻ ആണ് അല്ലേ. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ആൾക്കാർ സാധനങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ കൺസംഷൻ ഗുഡ് നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കൺസംഷൻ ഗുഡിന്റെ പ്രൊഡക്ഷൻ നമ്മളെ GDP വലിയ രീതിയിൽ ഉയർത്തി കാണിക്കുന്നു. അതിന് പുറമേ തന്നെ നമ്മുടെ സർവീസ് സെക്ടറിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇത് നമ്മളെ GDPയെ ഉയർത്താൻ കാരണമാകുന്നു. സോ നമ്മുടെ ഒരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. നമുക്കറിയാം എല്ലാ സർവീസുകളും എന്താണ്, കൺസ്യൂമർ ഗുഡാണ്. എല്ലാ കൺസംഷനും കൺസ്യൂമർ ഗുഡാണ്. നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പോർട്ടിലൂടെ പൈസ ഉണ്ടാക്കുന്ന രാജ്യമല്ല നമുക്ക് എക്സ്പോർട്ട് ഡെഫിസിറ്റാണ് കാണിക്കുന്നത്. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സർവീസിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് സർവീസിൽ നമുക്ക് എക്സ്പോർട്ടും മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതലാണ്. സർവീസ് സെക്ടർ എക്സ്പോർട്ട് സർപ്ലസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എനിവേ സർവീസ് സെക്ടർ നമ്മുടെ ഒരു തുറുപ്പ് ഗുലാനാണ് എന്നുള്ളതാണ്. തുടർന്ന് നോക്കാം. സർവീസ് സെക്ടർ ഗ്രോത്ത്. IT സെക്ടർ റവന്യൂ അപ് ടു 12%. IT സെക്ടറിൽ നിന്നുള്ള നമ്മുടെ റവന്യൂ 12% കൂടിയിട്ടുണ്ട്. പിന്നെയോ ഡിജിറ്റൽ എക്കണോമി, ഇ കൊമേഴ്സ് ബൂമിംഗ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഇ-കൊമേഴ്സ് ബൂമിംഗ് ആണ്. പിന്നെയോ സ്കിൽ ഡെവലപ്മെന്റ്, അതായത് പലതരം സ്കിൽ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ്, ഉദാഹരണത്തിന് പ്രൈം മിനിസ്റ്റർ കൗശൽ യോജന അല്ലെ. അതുപോലെ തന്നെ എന്താണ്, അപ്രന്റീസ്ഷിപ്പ് കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. അപ്രന്റീസ്ഷിപ്പ് ഐ തിങ്ക് അതിന്റെ എന്താ പറയുക, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സം സ്കീം, അപ്രന്റീസ്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സ്കീം അന്ന് നമ്മൾ ഓർത്താൽ മതി. സോ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സ്കീം ആകട്ടെ, പ്രധാനമന്ത്രി കൗശൽ യോജന പോലെയുള്ള സ്കീമുകളാകട്ടെ, ഇതൊക്കെ സർക്കാർ എന്തിനു വേണ്ടിയാ കൊണ്ടുവരുന്നത്, ജനങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനാണ്. ഇത്തരത്തിൽ സ്കില്ല് ഡെവലപ്പ് ആകുന്ന പേഴ്സൺ ഒരു നല്ല HR ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ഉള്ള രാജ്യമെന്ന് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇന്ത്യയാണ്. നമ്മുടെ സെൻസസ് വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. ലാസ്റ്റ് സെൻസസ് പ്രകാരം ഇന്ത്യ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണ്. പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, പല മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, ഇന്ത്യ ഇപ്പോൾ വേൾഡ് പോപ്പുലേഷനിൽ 1ാമതെത്തിയെന്നാണ്. ചൈനയാണ് നമ്മുടെ തൊട്ട് മുകളിൽ ഉണ്ടായിരുന്നത്. ചൈനയെ നമ്മൾ സർപ്പാസ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. എനിവേ ചൈനയെ നമ്മൾ കടത്തിയോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ ലേറ്റസ്റ്റ് പഠനങ്ങൾ തരുന്ന റിസൾട്ട് പ്രകാരം നോക്കിയാൽ പോലും സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലായിരുന്നു. ചൈനയിലുള്ളതിനേക്കാൾ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുതൽ ഇന്ത്യയിലായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഒരു 3/4 സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് എങ്കിലും ഇപ്പോൾ അഡൽട്ടായി മാറിയിരിക്കണം. എംപ്ലോയ്മെന്റ് ഏജിലേക്ക് അവർ എത്തിയിരിക്കണം. വിച്ച് മീൻസ് ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഇപ്പോൾ വളരെ മികച്ച രീതിയിലാണ്. ജനസംഖ്യയിലെ അഡ്വാൻറ്റേജിനെ നമ്മൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നാ പറയാം. സോ നൗ ഇന്ത്യ ഹാസ് വെരി ഗുഡ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, വെരി 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 ഗുഡ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ഇനി ഇതിനെ യൂസ്ഫുൾ ആക്കി എടുക്കണം എന്നുള്ളതാണ്. വെറുതെ ഒരുപാട് ജനങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ ജനങ്ങളൊക്കെ പണിക്ക് പോകുന്നവരായിരിക്കണം.
പണിക്ക് പോകാൻ കഴിയാതെ പണിക്ക് പോകുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരാവാൻ പാടില്ല. എടാ, അതായത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 വീടുകൾ സങ്കല്പിക്കുക. ഇപ്പോൾ ഒരു വീടിൻ്റെ പേര് എ എന്നാണ്. ഒന്നാമത്തെ വീടിൻ്റെ പേര് എ എന്നാണ്. എ എന്ന് പറയുന്ന വീട്ടിൽ മൊത്തം 5 അംഗങ്ങളുണ്ട്. മറ്റൊരു വീടിൻ്റെ പേര് ബി എന്നാണ്. ബി എന്ന് പറയുന്ന വീട്ടിലും എത്ര അംഗങ്ങളുണ്ടടാ? 5 അംഗങ്ങളുണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന വീട്ടിൽ അച്ഛനും അമ്മയും ഫാദർ ആൻഡ് മദർ 2 പേരും ജോലിക്ക് പോകുന്നുണ്ട്. 2 പേരുടെ വരുമാനം ആ വീട്ടിലുണ്ട്. പോരാഞ്ഞ് ആ വീട്ടിലാണെങ്കിലോ പെൻഷൻ കിട്ടുന്ന ഒരു ഗ്രാൻഡ് ഫാദർ കൂടെ ഉണ്ട്. പെൻഷൻ കിട്ടുന്ന ഒരു ഗ്രാൻഡ് ഫാദർ കൂടെ ഉണ്ട്. സോ 3 പേരുടെ ഇൻകം ഈ വീട്ടിലുണ്ട്. 2 പേര് സ്കൂൾ പിള്ളേരാ. അവർ പഠിക്കാനാ പോകുന്നത്, പണിക്കൊന്നും പോകുന്നില്ല, ജോലിക്കൊന്നും പോകുന്നില്ല, തൊഴിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. സോ ഒരു വീട്ടിൽ 3 ആൾക്കാർ ഏണിംഗ് പേഴ്സൺ ആണ്, 2 പേര് ഡിപ്പെൻഡൻ്റ് ആണ്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ മറുവശത്തെ വീട്ടിലേക്ക് വന്നാൽ അവിടെ 5 പേരുണ്ട്. അവിടെ അച്ഛൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. ബാക്കി 4 പേരും ഡിപ്പെൻഡൻ്റ് ആണ്. അമ്മ ഹൗസ് വൈഫായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആ വീട്ടിലും ഒരു വയസ്സായ അപ്പൂപ്പനും ഒരു അമ്മുമ്മയും ഉണ്ട്. പുറമെ അവർക്ക് ഈ അമ്മയ്ക്കും അച്ഛനും ഒരു മകനും ഉണ്ട്. സ്കൂൾ ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്. വിച്ച് മീൻസ് ഒരാളുടെ വരുമാനത്തിലാണ് ഇവിടെ 4 പേര് കഴിയുന്നത്. സോ നമ്മുടെ ആദ്യത്തെ വീട്ടിനകത്ത് 3 ഏണിംഗ് പേഴ്സൺ, 2 ഡിപ്പെൻഡൻ്റ്. രണ്ടാമത്തെ വീട്ടിനകത്തോടാ 1 ഏണിംഗ് പേഴ്സൺ, 4 ഡിപ്പെൻഡൻ്റ് അല്ലേ? സോ സ്വാഭാവികമായിട്ടും ഡിപ്പെൻഡൻ്റ് കുറഞ്ഞ വീടാണ് എക്കണോമിക്കലി കൂടുതൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ളത്. ഡിപ്പെൻഡൻ്റ് കൂടിയ വീട് സാമ്പത്തികമായി വളരാനുള്ള സാധ്യത കുറവാണ്. ഈ വീട് പോലെ തന്നെയാണ് നമ്മുടെ കൺട്രിയും രാജ്യവും. സോ ഒരു രാജ്യം എക്കണോമിക്കലി ഗ്രോ ആകണമെങ്കിൽ അവിടെ ഒരുപാട് ജനസംഖ്യ ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല. ഈ ജനങ്ങളൊക്കെ വർക്കിംഗ് പോപ്പുലേഷൻ ആയിരിക്കണം. മാക്സിമം കുറച്ച് ഡിപ്പെൻഡൻറ്റും കൂടുതൽ വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ടാവണം. ഇന്ത്യയിലെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നമ്മുടെ വർക്കിംഗ് പോപ്പുലേഷൻ്റെ എണ്ണം കൂട്ടി ഡിപ്പെൻഡൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഫാക്ടർ ഏജ് ആണ്. ഒരു അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വർക്കിംഗ് ഫോഴ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുപോലെ തന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാരെയും നമുക്ക് അങ്ങനെയൊന്നും അങ്ങോട്ട് വർക്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ അവർക്കും ഇൻകം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നൽകാം. പക്ഷെ മേജർ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വർക്കിംഗ് ഏജിലുള്ള ആൾക്കാരുണ്ടല്ലോ, വർക്കിംഗ് ഏജിലുള്ള ആൾക്കാർ, ഇവരിൽ മാക്സിമം ആൾക്കാരെ തൊഴിലുള്ളവരാക്കി മാറ്റുക, അഥവാ ഏണിംഗ് പീപ്പിൾസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇന്ത്യയെ പോലെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ പൊതുവെ സ്ത്രീകളുടെ എംപ്ലോയ്മെന്റ് പാർട്ടിസിപ്പേഷൻ കുറവാണ്. പക്ഷേ റീസെന്റ് ഇയറുകളിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുടെ വിമണിന്റെ എംപ്ലോയ്മെന്റ് പാർട്ടിസിപ്പേഷൻ കൂടി വരുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ചുള്ള പല സ്കിൽ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസും നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കുട്ടികൾക്ക് വേണ്ടി ചെറിയ ചെറിയ കരകൗശല വസ്തു നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രായമായ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കുടിൽ വ്യവസായം പോലെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പല പല ആക്ടിവിറ്റികളിലൂടെ നമ്മളിപ്പോൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഗ്രോയിങ് പോപ്പുലേഷൻ, ഇപ്പോഴുള്ള നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡിലെ ഈ മേന്മ, ഇതിനെ നമ്മൾ നന്നായി യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൻരേഗ പോലെയുള്ള പ്രോഗ്രാംസ് ഇല്ലേ, ഒരുപാട് എന്താ പറയാ, വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ കയ്യിലേക്ക് ഡയറക്റ്റ് ഇൻകം എത്തിക്കാൻ ഈ പറയുന്ന മൻരേഗ പോലെയുള്ള പ്രോസസ്സുകളിലൂടെ സാധിച്ചിട്ടുണ്ട്. സോ അവിടെയും വിമൺ വർക്ക് പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് നല്ല അഡൽട്ട് ആയിട്ടുള്ള നല്ല യുവാക്കളായിട്ടുള്ള ആൾക്കാർ തൊഴിലില്ലാതെ അലയുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ? ഗവൺമെന്റ് എക്സാം എല്ലാവർക്കും എഴുതി ഗവൺമെന്റ് ജോലി കിട്ടാൻ ഉള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. അത് ഒരു ചില ആൾക്കാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. സോ ഇത് കഴിയാത്ത ആൾക്കാർക്ക് ഒന്നും ജോലിയോ വരുമാനമോ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് മറ്റ് സ്കില്ലുകൾ ഉണ്ടാകും. ആ സ്കില്ലുകളെ നമുക്ക് പരിപോഷിപ്പിക്കാം. നിങ്ങൾ NSDC എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് അല്ലേ? NSDCയിലേക്ക് ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ കോളേജുകളിൽ പോലും, ഇപ്പൊ കേരളത്തിൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഫിറ്റ്നസ് ട്രെയിനറുടെ കോഴ്സ് നൽകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ പഠിക്കാനൊന്നും താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആളാണ്,
ബോഡി ബിൽഡിംഗ് ഒക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ നൗ യു ക്യാൻ കൺവെർട്ട് യുവർ പാഷൻ ഇൻ ടു ആൻ ഏണിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? NSDCയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാം, സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കോഴ്സ് പഠിച്ചിറങ്ങാം. ശേഷം നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് ജിമ്മുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് നേടിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം. അവിടെ പോയി വർക്ക് ചെയ്തിട്ട് വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം, അല്ലേ? അതുപോലെ തയ്യലിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, ലോജിസ്റ്റിക്സിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് എഡ്യൂക്കേഷനിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പോവുക പോലും വേണ്ട. നിങ്ങൾ CCEKയുടെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ സ്കിൽ ഇന്ത്യക്കകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ പല പല ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ പീപ്പിളിന്റെ സ്കില്ല് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കിൽ ഇംപ്രൂവ് ചെയ്തത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്കിൽഡ് പീപ്പിൾസിന്റെ അളവിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ത്യക്കകത്തുണ്ടാകുന്ന ബിസിനസ്സുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇതിന് പുറമേ ഇന്ത്യ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സർവീസുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ട്രേഡ് പാർട്ട്ണർ ചൈനയാണ്. ചൈനയുമായി ഇന്ത്യ ട്രേഡ് ഡെഫിസിറ്റിലാണുള്ളത്. ഇന്ത്യയുടെ മേജർ ട്രേഡ് പാർട്ട്നേഴ്സുമായിട്ടെല്ലാം നമ്മൾ ട്രേഡ് ഡെഫിസിറ്റിലാണ്. പക്ഷേ ഈ ഡെഫിസിറ്റ് ഗുഡ്സിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടാ ചെയ്യുന്നത്. ഗുഡ്സിലെ ഈ ഡെഫിസിറ്റിനെ പരിഹരിക്കാൻ ഇന്ന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉയർന്ന ഹ്യൂമൻ റിസോഴ്സ് എക്സ്പോർട്ടാണ്. സ്കിൽഡ് പീപ്പിൾസിനെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഗുഡ്സിന്റെ മേലെയുള്ള ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ പരിഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആയിക്കോട്ടെ. അതുപോലെ തന്നെയാണ് സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്ഡ് ലിറ്ററസി റേറ്റ്. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് എൻറോൾ ചെയ്യുന്നുണ്ട്, അല്ലേ? കേരളമൊക്കെ 100% ലിറ്ററസി ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികളുടെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ പണിയെടുത്ത് ജോലി ചെയ്താൽ ജീവിക്കുന്നത്. സ്കൂളിലൊന്നും അങ്ങനെ പോകുന്ന ശീലം പൊതുവെ പല സ്ഥലങ്ങളിലും ഇല്ല. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. കൂടുതൽ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് എൻറോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഈ സ്കൂളിൽ കുട്ടികൾ എൻറോൾ ചെയ്താൽ പോലും പെൺകുട്ടികൾ എൻറോൾ ചെയ്യാത്തൊരവസ്ഥ. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. കൂടുതൽ പെൺകുട്ടികൾ എൻറോൾ ചെയ്യുന്നുണ്ട്. പിന്നെയോ എൻറോൾ ചെയ്ത ശേഷം 1-2 വർഷം പഠിച്ച ശേഷം ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന അവസ്ഥ, അല്ലെ? പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് തോറ്റ് പിന്നീട് വീണ്ടും പഠിച്ച ക്ലാസ്സിലിരുന്ന് പഠിക്കാനുള്ള ഒരു മടി കൊണ്ടാകാം, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ പേരൻസിനെ മറ്റാവശ്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ടാകാം. എനിവേ കുറച്ച് വർഷങ്ങളിൽ തന്നെ വിദ്യാഭ്യാസം പകുതിക്ക് ഉപേക്ഷിച്ച ആൾക്കാർ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിലും ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്നതിൻ്റെ അളവ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂൾ ലെവലിലും കുറഞ്ഞിട്ടുണ്ട്, ഹയർ സെക്കൻഡറി ലെവലിലും കുറഞ്ഞിട്ടുണ്ട്, പ്രൈമറി അളവിലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രൈമറി അളവിനേക്കാൾ കുട്ടികൾ പുറത്തു പോകുന്നതിൻ്റെ അളവ് ഹൈസ്കൂളിൽ കൂടുതലാണ്. ഹൈസ്കൂളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് നിർത്തി പോകുന്നുണ്ട്. ബട്ട് നേരത്തെയുള്ള കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെയോ ലിറ്ററസി റേറ്റിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷന് വേണ്ടി നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെയോ പോവർട്ടി റെഡ്യൂസ്ഡ് ബൈ 2%. നമ്മുടെ പോവർട്ടി, നമ്മുടെ ദാരിദ്ര്യം 2% താഴ്ന്നിട്ടുണ്ട്. ഏറ്റവും മികച്ച കാര്യം അല്ലേടാ. പിന്നെയോ ഹെൽത്ത് കെയർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹെൽത്തിലേക്കുള്ള എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പിന്നെയോ എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ മാർക്കറ്റ് നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. എംപ്ലോയ്മെന്റ് ട്രെൻഡ്സ് എങ്ങനെയാണ്? ഇൻക്രീസ്ഡ് ഓവറാൾ എംപ്ലോയ്മെന്റ് റേറ്റ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്, തൊഴിൽ ഉയർന്നിട്ടുണ്ട്. പിന്നെയോ ലേബർ ഫോഴ്സ്, ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ്ഡ് ബൈ 1.5%. ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ എംപ്ലോയ്മെന്റ്, തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉയർന്നിട്ടുണ്ട്. പിന്നെയോ സ്കിൽ ഡെവലപ്മെന്റ്, എൻഹാൻസ്ഡ് എംപ്ലോയ്മെന്റൽ എബിലിറ്റി പ്രോഗ്രാംസ്, അല്ലേ? നമ്മൾ പറഞ്ഞ പോലെ PM കൗശൽ യോജന പോലെയുള്ള സാധനങ്ങൾ, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സ്കീം, ഇങ്ങനെയുള്ള പല പ്രോജക്റ്റിലൂടെ നമ്മൾ സ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് വെരി ഗുഡ് മെഷേഴ്സ് ടു ഇംപ്രൂവ് അവർ വർക്ക് ഫോഴ്സ്, അല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്?
എൻവയോൺമെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിപ്പം കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ എന്താ പറയാ, പ്രകൃതി മലിനീകരണമാകട്ടെ, ജലമലിനീകരണമാകട്ടെ, മുതലായ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെ ടാക്കിൾ ചെയ്യാനുള്ള കൂടുതൽ പ്രോജക്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെയോ ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാനുള്ള പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രോജക്റ്റുകളിലും ഇന്ത്യ ഭാഗമാണ്, നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ പല പല പ്രവർത്തനങ്ങളും ഇന്ത്യ ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നടത്തുന്നുണ്ട്. പിന്നെ റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ അളവും ഇന്ത്യ കൂട്ടിയിട്ടുണ്ട്. പെട്രോൾ പമ്പിലൊക്കെ നിങ്ങളിപ്പോൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പെട്രോൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു സെക്ഷനൊക്കെ കാണാൻ സാധിക്കും അല്ലേ. പെട്രോളിലേക്ക് എന്താ പറയാ, സ്പിരിറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന എന്താ പറയാ, സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റൂടാ. സ്വാഭാവികമായിട്ടും കരിമ്പ് കൃഷി ചെയ്തിട്ട് ഈ കരിമ്പ് ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന ചാറിൽ മൊലാസസ് എന്ന് പറയുന്ന സംഗതി നിർമ്മിച്ചിട്ട്, അതായത് ഈ കരിമ്പ് ചാറിനെ പൊളിപ്പിച്ച് മൊലാസസ് ഉണ്ടാക്കിയിട്ട് പിന്നീട് ഈ മൊലാസസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്പിരിറ്റ് ഒക്കെ വേർതിരിച്ചെടുക്കാം അല്ലേ. മെഥനോള് അതാണ് സ്പിരിറ്റ് ആയിട്ട് വരിക. എഥനോള് ഗ്രേപ്പ് സ്പിരിറ്റ് ആണ്, കുടിക്കാൻ ഉപയോഗിക്കാം. മെഥനോള് നമുക്ക് ഇതുപോലെയുള്ള മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. എനിവേ, ഈ മെഥനോളോ ഇഥനോളൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ദേ ആർ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ഫോസിൽ ഫ്യൂലുകളായ പെട്രോൾ, ഡീസൽ മുതലായവ, അവയും നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയും, പക്ഷെ ഉടനെ കഴിയില്ല. ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് അല്ലേ. തൗസൻഡ്സ് ആൻഡ് 10,000s ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടായിരിക്കും ഈ മരങ്ങളും മൃഗങ്ങളും ഒക്കെ എന്തായിട്ട് മാറുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളായി മാറുക. സോ ദേ ആർ നോൺ റിന്യൂവബിൾ എനർജി. ബട്ട് ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി. സോ സ്പിരിറ്റ് പെട്രോളിനോടൊപ്പം മിക്സ് ചെയ്ത് നമ്മളിപ്പം പവർ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനമാക്കിയൊക്കെ മാറ്റി വണ്ടികളിലൊക്കെ നിറയ്ക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ആൽക്കഹോൾ ഫില്ല് ചെയ്ത പെട്രോൾ അല്ലെങ്കിൽ ഗ്രീൻ പെട്രോൾ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതിന് പുറമെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഈ സാധാരണ ഇലക്ട്രിസിറ്റി മാറ്റിയിട്ട് ഒരു സോളാർ വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി കിട്ടും. സോ ഗവൺമെന്റിലെ സോളാർ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സോളാർ. സോ സോളാർ പ്രോജക്റ്റുകളൊക്കെ ഒരുപാട് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട്, അതിന് സബ്സിഡികൾ നൽകുന്നുണ്ട്. എനിവേ, ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനും ഇന്ത്യ നന്നായി പൈസ ചിലവഴിക്കുന്നുണ്ട്, നന്നായി ക്യാഷ് ചിലവഴിക്കുന്നുണ്ട്. സോ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഓവറോൾ ഔട്ട്ലുക്ക്? ഇന്ത്യ GDP-യിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കാൾ ഇപ്പോൾ വീണ്ടും ഉയർന്നു. വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രോയിങ് കൺട്രിയാണ് ഇന്ത്യ. പിന്നെയോ നമ്മുടെ ഇൻഫ്ലേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിലോ മോഡറേറ്റ് ഇൻഫ്ലേഷൻ ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റോ, ഇന്ത്യ ഭയങ്കര കടക്കണിയിലാണോ? അല്ല. നമ്മൾ ഒരു ലിമിറ്റ്, നമ്മൾ കടം വാങ്ങും, അതാണ് നമ്മുടെ പോളിസി. പക്ഷേ നമ്മളതൊരു ലിമിറ്റിനകത്തേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ലിമിറ്റിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലോ നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷന്റെ കാര്യത്തിലോ നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹെൽത്തിന്റെ കാര്യത്തിലോ നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരിടോ നമ്മൾ താഴേക്ക് പോയതായിട്ട് പ്രധാന സെക്ടറുകളിലൊന്നും നമ്മൾ അങ്ങനെ താഴേക്ക് പോയിട്ടില്ല. കൃഷി, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്റെ കാര്യത്തിലായാലോ നമ്മൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ എക്സ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലോ എക്സ്പോർട്ടിലെ സ്റ്റിൽ നമ്മൾ പുറകിലാണ്, ഇമ്പോർട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഇതിനെ എന്ത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടാ? നമ്മുടെ വർക്ക് പവർ അല്ലെങ്കിൽ നമ്മളെ ഈ സർവീസ് സെക്ടർ എക്സ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനെ പരിഹരിക്കുന്നുണ്ട്. ഗുഡ്സിന്റെ ഇമ്പോർട്ട് നമുക്ക് കൂടുതലാണ്, അതിന് പകരം നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് സെക്ടർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സർവീസ് സെക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്, ഇവിടെ സർവീസ് സെക്ടറാണ് കൂടുതൽ. അതുപോലെ തന്നെ എന്താണ്, ഹെൽത്തിൽ ഇപ്പോൾ സർക്കാർ കൂടുതൽ ക്യാഷ് ചിലവഴിക്കുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ ചിലവഴിക്കുന്നുണ്ട്, ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് എന്താ പറയുക അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. സോ ലോകം വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്റർനാഷണൽ തലത്തിലും ആഭ്യന്തരമായും വളരെയധികം പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഇന്ത്യ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് ഡൂയിങ് ബെറ്റർ എന്നുള്ളതാണ്. ഇനി വരുന്ന വർഷം നമ്മുടെ GDP ഗ്രോത്ത് 8% ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എടാ, ഇപ്പൊ 7.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു 0.4 കൂടെ കൂടുകളോ സാറേ എന്നല്ല. ഇപ്പൊ ഉള്ളതിനേക്കാൾ 8% ഗ്രോത്ത് അടുത്തുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇൻ അബ്സല്യൂട്ട് ടൈം ചെറിയൊരു ഗ്രോത്ത് ആണെങ്കിലും പെർസെൻറ്റേജിൽ
സോറി, അബ്സല്യൂട്ട് ടൈമിൽ വലിയ ഗ്രോത്ത് ആണെങ്കിലും പെർസെൻറ്റേജ് ടൈമിൽ പറയുമ്പോൾ അതൊരു ചെറിയ ഗ്രോത്ത് ആയിട്ട് നമുക്ക് കാണുന്നുള്ളൂ. സോ 8% ഗ്രോത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഗ്രോത്ത് ആണ്. അബ്സല്യൂട്ട് ടൈമിൽ നോക്കുമ്പോൾ അതൊരു വലിയ ഗ്രോത്ത് ആണ്. സോ ഇന്ത്യ വലിയ ഗ്രോത്ത് അച്ചീവ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ IMF പോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ പറയുന്നത് ഇന്ത്യ വരും കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ എക്കണോമിക്കലി മുന്നേറുമെന്നാണ്. ഇതൊക്കെ ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബിക്കോസ് ഇങ്ങനെ IMF ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നതിനേക്കാൾ അതോറിറ്റി കൂടുതലാണ്. സോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇത് കേട്ടുകൊണ്ട് ഓക്കെ ഇന്ത്യ വളരാൻ ഇനി വളരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് ചെയ്യും. സോ ഇതൊക്കെ നമുക്ക് നല്ലതാണ്. പിന്നെയോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനി ഒരു 25% കൂടെ നമുക്ക് കൂട്ടേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഘട്ടം ഘട്ടമായി നമുക്ക് കൂട്ടാനാകും. 25% നിലവിലുള്ളതിനേക്കാൾ കൂട്ടണം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് വി വിൽ ഡു. അതുപോലെ തന്നെ എന്താണ്, സോഷ്യൽ പ്രോഗ്രാംസിന് വേണ്ടി ഇനി 1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഒരു നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ളൂടാ നമ്മൾ UPSC പോയിന്റ് ഓഫ് വ്യൂവിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ എങ്ങനെയാണ് ഓരോ മേഖലയിലും പെർഫോം ചെയ്യുന്നത്, ബെറ്റർ ആയോ താഴ്ന്നിട്ടുണ്ടോ, ഇത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇറ്റ് വിൽ ഹെൽപ്പ് യു വിത്ത് ആൻസറിങ് ഓർ എലിമിനേറ്റിംഗ് ദ റോങ് ഓപ്ഷൻസ് ഫ്രം യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ അടുത്തൊരു നല്ല പോർഷനുമായി നിങ്ങളെ കാണുന്നത് വരയ്ക്കും ബൈ, ടാറ്റ, കാണാം.